Time is running. Are you ready to win? Concepts made simple. Competitive exams made easy. ഹായ് ഡിയേഴ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. മക്കളെ, ഓരോ വീഡിയോസിലും ചെയ്തിരിക്കുന്ന പ്രോബ്ലം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അതേ രീതിക്ക് അല്ലെങ്കിൽ വേറൊരു രീതിക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സോൾവ് ചെയ്യാൻ ഒരെണ്ണം തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്തിരിക്കും അല്ലേ? എന്തായാലും ആൻസർ കീ ഞാൻ ഇതിൽ കൊടുക്കാം. ഇന്ന് അതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്താണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ? ദ വാല്യൂ ഓഫ് സൈൻ 10 ഡിഗ്രി ഇൻറ്റു സൈൻ 30 ഡിഗ്രി ഇൻറ്റു സൈൻ 50 ഡിഗ്രി ഇൻറ്റു സൈൻ 70 ഡിഗ്രി ഈസ്. എന്താണ് അതിൻ്റെ ആൻസർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത് ചിലപ്പം ഇങ്ങനെ ആയിരിക്കില്ല, സൈന് പകരം കോസ് ആയിരിക്കാം, ചിലപ്പോൾ ടാൻ ആയിരിക്കാം. അതുപോലെ തന്നെ വാല്യൂസ് 50 ഡിഗ്രി 70 ഡിഗ്രി എന്നൊക്കെ ഉള്ളത് വാല്യൂസും മാറിയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോമുല ഉണ്ട്, ഒരു ട്രിക്ക് ഉണ്ട്. അതാണ് ഈ ഫോമുല. അത് ദാ ഇവിടെ കിടക്കുന്നു. എന്താണ്? സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 ഡിഗ്രി മൈനസ് തീറ്റ ഇൻറ്റു സൈൻ 60 ഡിഗ്രി പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ 1/4 സൈൻ 3 തീറ്റ എന്നെഴുതാം. ഓക്കെ, ഇതേപോലെ തന്നെയാണ് കോസ് തീറ്റയ്ക്കും. കോസ് തീറ്റ ഇൻറ്റു കോസ് 60 ഡിഗ്രി മൈനസ് തീറ്റ ഇൻറ്റു കോസ് 60 ഡിഗ്രി പ്ലസ് തീറ്റ എന്ന് കണ്ടാൽ അതിനെ 1/4 കോസ് 3 തീറ്റ എന്നെഴുതാം. ഇതേ കാര്യം തന്നെയാണ് ടാനിന് വരുന്നത്. പക്ഷേ ഇവിടെ വരുമ്പം 1/4 ഇല്ല. ഇവിടെയൊക്കെ കണ്ടോ 1/4 ഉണ്ട്, പക്ഷേ ഇവിടെ 1/4 ഇല്ല. ടാൻ 3 തീറ്റ എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഈ ഫോമുല എങ്ങനെ ഈ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യാൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ ഞാനൊന്ന് എടുത്തെഴുതുന്നുണ്ട്. സൈൻ 10 ഡിഗ്രി ഇൻറ്റു സൈൻ 30 ഡിഗ്രി ഇൻറ്റു സൈൻ 50 ഡിഗ്രി ഇൻറ്റു സൈൻ 70 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ സൈൻ 10 ഡിഗ്രി നമ്മൾ ഈ കുറച്ച് ഡിഗ്രീസിൻ്റെയൊക്കെ വാല്യൂ നമുക്ക് കാണാതെ അറിയാം അല്ലേ? പക്ഷേ സൈൻ 10 ഡിഗ്രിയുടെ ഒന്നും അറിയില്ല. സോ അതുകൊണ്ട് തന്നെ സൈൻ 10 ഡിഗ്രി ഞാൻ അതുപോലെ എഴുതി. പക്ഷേ സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് സൈൻ 30 ഡിഗ്രി? 1/2 ആണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത എന്താ? സൈൻ 50 ഡിഗ്രി. അതിനെ ഞാൻ സൈൻ 60 ഡിഗ്രി മൈനസ് 10 ഡിഗ്രി എന്ന് എഴുതി. ഓക്കെ, അടുത്തത് സൈൻ 70 ഡിഗ്രിയെ ഞാൻ സൈൻ 60 ഡിഗ്രി പ്ലസ് 10 ഡിഗ്രി എന്ന് എഴുതി. മക്കളെ നോക്ക്, ഇപ്പം തന്നെ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. എന്താണ് ഇവിടെ? സൈനിൻ്റെ നോക്കിയേ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 ഡിഗ്രി മൈനസ് തീറ്റ ഇൻറ്റു സൈൻ 60 ഡിഗ്രി പ്ലസ് തീറ്റയെ 1/4 സൈൻ 3 തീറ്റ എന്ന് എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇവിടെ അതല്ലേ കിടക്കുന്നത്? സൈൻ തീറ്റ ഇൻറ്റു സൈൻ 60 ഡിഗ്രി മൈനസ് 10 ഡിഗ്രി ഇൻറ്റു സൈൻ 60 ഡിഗ്രി പ്ലസ് 10 ഡിഗ്രി. ഈ 10 തീറ്റയുടെ അവിടെ എല്ലാം എന്താ വന്നേക്കുന്നത്? 10 ഡിഗ്രിയാണ് വന്നേക്കുന്നത്. സോ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/2 നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതി. ഈ 1/2 ആണ്. എന്നിട്ട് ഇതിനെ ഈ സൈൻ 10 തീറ്റ, ഈ സൈൻ 60 ഡിഗ്രി മൈനസ് 10 തീറ്റ, 10 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി പ്ലസ് 10 ഡിഗ്രി, ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? 1/4 സൈൻ 3 തീറ്റ. 3 തീറ്റ എന്ന് വെച്ചാൽ 3 ഇൻറ്റു 10 ഡിഗ്രി അല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 ഇൻറ്റു 1/4 സൈൻ 30 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1/4 ഇൻറ്റു സൈൻ 30 ഡിഗ്രി. എന്താ സൈൻ 30 ഡിഗ്രി? നിങ്ങൾക്കെല്ലാം അറിയാം, 1/2 ആണ് അല്ലേ? സോ നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്നെഴുതാം. ഇപ്പം ആൻസർ നമുക്ക് എന്ത് കിട്ടി? 1/60. നോക്കിക്കേ, ബി എന്ന ഓപ്ഷൻ. മനസ്സിലായോ? ഇതുപോലെ കോസ് തീറ്റയും സെയിം തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിലെ പ്രശ്നം എന്താ? ഇവിടെ 50 ഡിഗ്രി ആയപ്പോൾ ഞാൻ അതിനെ 60 ഡിഗ്രി മൈനസ് 10 ഡിഗ്രി 60 ഡിഗ്രി മൈനസ് 10 ഡിഗ്രി എന്ന് കൊടുത്തു. 70 ആയപ്പോൾ അതിനെ 60 ഡിഗ്രി പ്ലസ് 10 ഡിഗ്രി എന്ന് കൊടുത്തു. ഇതുപോലെ മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, അപ്പം ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊന്ന് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വേറെ ഒരു പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഇത്രയും സ്റ്റെപ്പുകൾ എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും അത് പറയലുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റെപ്സിൻ്റെ എണ്ണം കുറയും. പക്ഷേ
കമ്പൽസറി ഫോമുലാസ്, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഫോമുല അല്ലെങ്കിൽ ട്രിക്കുകൾ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു പ്രോബ്ലം ഞാൻ തരാം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.